Hi all, welcome to another section of our online classroom. നമ്മളിപ്പോൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ ആണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നമ്മൾ ഓൾമോസ്റ്റ് ഓൾ ലോജിക് ഗേറ്റ്സുകളും നമ്മൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞു. എല്ലാ ലോജിക് ഗേറ്റ്സും ആൻഡ് ഓർ നോട്ട് എന്നുള്ള ബേസിക് ഗേറ്റ്സുകൾ, നാൻഡ് നോർ എന്ന് പറയുന്ന രണ്ട് യൂണിവേഴ്സൽ ഗേറ്റുകൾ, എക്സ്ക്ലൂസീവ് ഓർ ആൻഡ് എക്സ്ക്ലൂസീവ് നോർ എന്ന് പറയുന്ന രണ്ട് സ്പെഷ്യൽ ഗേറ്റുകൾ, ഈ എല്ലാ ഗേറ്റ് സർക്യൂട്ട്സുകളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൽ ഇപ്പോൾ തന്നെ പറഞ്ഞപ്പോൾ നാൻഡ് ഗേറ്റും നോർ ഗേറ്റിനെയും യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. വൈ ദേ ആർ കോൾഡ് യൂണിവേഴ്സൽ ഗേറ്റ്സ്? നമ്മൾക്കറിയാം, ഒരു നാൻഡ് ഗേറ്റ് വെച്ചുകൊണ്ട് നാൻഡ് ഗേറ്റിൻ്റെ പല രീതിയിൽ നമ്മൾക്ക് കണക്ട് ചെയ്താൽ മറ്റെല്ലാ ഗേറ്റ് ഓപ്പറേഷൻസും നാൻഡ് ഗേറ്റ് കൊണ്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നോർ ഗേറ്റ് കൊണ്ട് എല്ലാ ഗേറ്റ് ഓപ്പറേഷൻസും കൺസ്ട്രക്ട് ചെയ്തെടുക്കാം. അതുകൊണ്ടാണ് നാൻഡ് ഗേറ്റിനെയും നോർ ഗേറ്റിനെയും നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു രണ്ട് സ്കില്ലുകൾ തന്നെ അതാണ്: റിയലൈസേഷൻ ഓഫ് ഓൾ ഗേറ്റ്സ്, റിയലൈസേഷൻ ഓഫ് അതർ ഗേറ്റ്സ് യൂസിങ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. ഇത് രണ്ടും ഉപയോഗിച്ചു. അപ്പോൾ ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു നാൻഡ് ഗേറ്റ് ഉപയോഗിച്ച് എങ്ങനെ നമ്മൾക്ക് മറ്റെല്ലാ ഗേറ്റുകളും കൺസ്ട്രക്ട് ചെയ്യാം, പിന്നെ ഒരു നോർ ഗേറ്റ് ഉപയോഗിച്ച് എങ്ങനെ നമുക്കൊരു നോട്ട് ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ നോർ ഗേറ്റ് ഉപയോഗിച്ച് നോട്ട് അല്ലെങ്കിൽ ഇൻവെർട്ടർ ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത് മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളത് അസൈൻമെൻറ്റിലേക്ക് പോവുകയാണ്. അതായത് ഈ നാൻഡ് ഗേറ്റ് ഉപയോഗിച്ച് എല്ലാ ഗേറ്റിൻ്റെയും കൺസ്ട്രക്ഷൻ കണ്ട് പഠിച്ചതിന് ശേഷം നോർ ഗേറ്റ് ഉപയോഗിച്ചിട്ടുള്ള അതേപോലെയുള്ള കൺസ്ട്രക്ഷൻസ് നമ്മൾ സെൽഫായി ചെയ്യണം. അതാണ് ഇതിൻ്റെ അസൈൻമെൻറ്റ്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ സെഷൻ കഴിയുമ്പോൾ ഇതിൻ്റെ പഠിച്ചു എന്നുള്ളതിന് ഇതായിട്ട് നോർ ഗേറ്റ് വെച്ചിട്ടുള്ള എല്ലാ ഗേറ്റുകളുടെയും ലോജിക് ഡയഗ്രാംസ് ആണ് നമ്മൾക്ക് നിങ്ങൾ തരേണ്ടത്. അതാണ് നമ്മളുടെ ഒരു ഫീഡ്ബാക്ക്. ഇപ്പോൾ ഒരു അസൈൻമെൻറ്റ് കൂടിയുള്ള ഒരു ക്ലാസ് റൂം സെഷനിലേക്കാണ് ഞാൻ പോകുന്നത്. ഇപ്പോൾ റിയലൈസേഷൻ ഓഫ് അതർ ഗേറ്റ്സ് യൂസിങ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് PPT ഉണ്ട് എങ്കിലും നമ്മൾ ആദ്യം നോക്കുന്നത് നാൻഡ് ഗേറ്റ് ഉപയോഗിച്ച് എല്ലാ ഗേറ്റും ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നോർ ഗേറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഗേറ്റുകൾ നിങ്ങൾ തനിയെ തന്നെ ചെയ്യണം. ഈ ഗേറ്റുകൾ കൂടിച്ചേർത്ത്, പലതരം ഗേറ്റുകൾ കൂടിച്ചേർത്ത് നമ്മൾ വരയ്ക്കുന്നതിനെയാണ് ലോജിക് ഡയഗ്രാം എന്നാണ് പറയുന്നത്, ലോജിക് സർക്യൂട്ട്സ്. ഇപ്പോൾ നമ്മൾ IC ഉപയോഗിച്ച് വരച്ച് കാണിക്കുന്നതിന് പകരം ഗേറ്റ് സിമ്പിൾ ഉപയോഗിച്ചും വരച്ച് കാണിക്കാം. അതുപോലെ തന്നെ നമ്മൾക്ക് അതിൻ്റെ ഇക്വേഷൻസും ഉണ്ടാക്കിയെടുക്കാം. ഈ ഗേറ്റുകൾ വെച്ചപ്പോൾ ഇതിനെങ്ങനെയാണ് ബൂലിയൻ ഇക്വേഷൻ വരിക, നമ്മളുടേതായ ഒരു ഡിസൈൻ ഓഫ് ഗേറ്റ്സിൽ എങ്ങനെയാണ് ബൂലിയൻ ഇക്വേഷൻ വരിക എന്നൊക്കെയാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ അതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നമുക്ക് പോവാം ലോജിക് ഗേറ്റ്സ്, റിയലൈസേഷൻ ഓഫ് ഗേറ്റ്സ് യൂസിങ് നാൻഡ് ഗേറ്റ് ആയിട്ടുള്ളതാണ് പറയുന്നത്. റിയലൈസേഷൻ ഓഫ് അതർ ഗേറ്റ് യൂസിങ് നാൻഡ് ഗേറ്റ്. ഇതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോൾ റിയലൈസേഷൻ ഓഫ് അതർ ഗേറ്റ്സ് യൂസിങ് നാൻഡ് ഗേറ്റിനെ എന്തുകൊണ്ടാണ് നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. റിയലൈസേഷൻ ഓഫ് അതർ ഗേറ്റ്സ് യൂസിങ് നാൻഡ് ഗേറ്റ്. അടുത്ത സെഷനിലേക്ക് പോയാൽ NAND or NOR gates are known as universal gate because all the other gates and logic expressions can be created by using these gates. Introduction ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഇതാണ് ഒരു നോട്ട് ഗേറ്റ് അല്ലെങ്കിൽ നാൻഡ് ഗേറ്റ്, നോട്ട് ഗേറ്റ്. ഇത് നമുക്ക് നോട്ട് ഗേറ്റ് യൂസിങ് നാൻഡ് ഗേറ്റ് ഉപയോഗിച്ച് എങ്ങനെ ഒരു നോട്ട് ഗേറ്റ് ഉണ്ടാക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാൻഡ് ഗേറ്റിൻ്റെ രണ്ട് ഇൻപുട്ടുകളും നമ്മൾ ഒറ്റയായിട്ട് എടുത്തിരിക്കുന്നു. മുകളിൽ കാണിച്ചിരിക്കുന്നത് ഒരു നാൻഡ് ഗേറ്റ് ആണ്, നാൻഡ് ഗേറ്റിൻ്റെ ബൂലിയൻ ഇക്വേഷനാണ്. നോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെർട്ടർ ഗേറ്റ് ആണ്. 0 കൊടുത്താൽ 1 കിട്ടും, 1 കൊടുത്താൽ 0 കിട്ടും. അപ്പം നോർ ഗേറ്റിൻ്റെ ബൂലിയൻ ഇക്വേഷൻ y=a എന്നാണ്. അപ്പോൾ y=a എന്ന ബൂലിയൻ ഇക്വേഷനിലേക്ക് നാൻഡ് ഗേറ്റ് പോകുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. രണ്ട് ഇൻപുട്ടുകളും നമ്മൾ ഷോർട്ട് ചെയ്ത് 1 ഇൻപുട്ട് ആൻഡ് 1 ഔട്ട്പുട്ട് ആക്കി എടുക്കുന്നു. അപ്പോൾ ഈ രീതിയിലാവുമ്പോൾ ഈ നാൻഡ് ഗേറ്റ് ഇപ്പോൾ ഒരു നോട്ട് ഗേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. എന്താ അവിടെ കാണിച്ചത്? രണ്ട് ഇൻപുട്ടുകളും കൂടി ക്രോസ് ചെയ്തിട്ട് നമ്മൾ എന്താക്കി വെച്ചിരിക്കുകയാണ്, രണ്ട് ഇൻപുട്ട് ഒരു ഇൻപുട്ടായിട്ട് നാൻഡ് ഗേറ്റ് കാണിച്ചിരിക്കുകയാണ്. അപ്പം നാൻഡ് ഗേറ്റ് നമ്മൾക്ക് ശരിക്കും ഒരു നോട്ട് ഗേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുക.
ഇതുപോലെ തന്നെ നോർ ഗേറ്റും 2 ഇൻപുട്ടും കൂടി ഒറ്റ ഇൻപുട്ടായിട്ട് എടുത്തു കഴിഞ്ഞാൽ നോർ ഗേറ്റും എന്തായിട്ട് വർക്ക് ചെയ്യും? ഒരു നോട്ട് ഗേറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഒരു നോട്ട് ഗേറ്റ് ആയിട്ട് നാൻഡിനെയും നോറിനെയും കൺസ്ട്രക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് നാൻഡ് ഗേറ്റിൻ്റെ അടുത്ത ഗേറ്റുകളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞു. നോട്ട് ഗേറ്റ് യൂസിങ് നാൻഡ് ഗേറ്റ് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. നോട്ട് ഗേറ്റ് ആണ് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞത്. ഇത് നോർ ഗേറ്റ് ഉപയോഗിച്ച് നോർ ഗേറ്റും ഇതുപോലെ തന്നെ രണ്ടും നമ്മൾ ക്രോസ് ചെയ്താൽ നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? നോട്ട് ഗേറ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇനി നോട്ട് ഗേറ്റ് യൂസിങ് നാൻഡ് ഗേറ്റ് കഴിഞ്ഞു. നോർ ഗേറ്റ് ഇതാണ് നാൻഡ് ഗേറ്റ്, നോട്ട് ഗേറ്റ്. y = a ബാർ. ഇനി നോട്ട് ഗേറ്റ് ആയിട്ട് എങ്ങനെ നോർ ഗേറ്റ് ഉപയോഗിക്കും? അതും അതുപോലെ തന്നെ 2 ഇൻപുട്ടുകൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ഇൻപുട്ടാക്കി കഴിഞ്ഞാൽ ഇപ്പം നോർ ഗേറ്റും നോട്ട് ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇനി ആൻഡ് ഗേറ്റ്, ഇതാണ് ആൻഡ് ഗേറ്റ് ഓപ്പറേഷൻ. ആൻഡ് ഗേറ്റിൻ്റെ ഇത് ഒരു നാൻഡ് ഗേറ്റിൻ്റെ ഇപ്പുറത്ത് എന്തായിട്ട് നമ്മൾ വയ്ക്കുന്നു? ഒരു നാൻഡ് ഗേറ്റ് തന്നെ ഷോർട്ട് ചെയ്ത് നോട്ട് ഓപ്പറേഷനിലൂടെ വയ്ക്കുന്നു. നോട്ട് ആൻഡ് ആയിരുന്നു നാൻഡ്, അപ്പോൾ നാൻഡിനെ വീണ്ടും നോട്ട് ചെയ്യുമ്പോൾ ആൻഡിൻ്റെ രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടും. ഇത് നമ്മൾ എങ്ങനെയാണ് ആൻഡ് ഗേറ്റായി വർക്ക് ചെയ്തതെന്ന് ചെക്ക് ചെയ്യാം. ഈ കാണിച്ചിരിക്കുന്ന ഗേറ്റിൻ്റെ നിങ്ങൾ ഒരു ട്രൂത്ത് ടേബിൾ നിങ്ങൾ ഉണ്ടാക്കണം. ഈ രണ്ടാമത് കാണിച്ചിരിക്കുന്ന ഈ ഫിഗർ ഉണ്ടല്ലോ, ഈ ഫിഗറിൽ എയിലും ബിയിലും 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആദ്യത്തെ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൽ എന്ത് വരും? അത് പിന്നെ അടുത്ത ഗേറ്റിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് വരും? അപ്പോൾ ടോട്ടൽ ഔട്ട്പുട്ട് ഏറ്റവും പുറമേയുള്ള ഗേറ്റിൻ്റെയാണ്. അപ്പോൾ എ ബി എന്ന് പറയുന്നതും വൈ എന്നുമായിട്ടുള്ള ഒരു ട്രൂത്ത് ടേബിൾ നിങ്ങൾ എഴുതുക. എന്നിട്ട് നിങ്ങൾ മറിച്ച് നോക്കുക ആൻഡ് ഗേറ്റിൽ തന്നിരിക്കുന്ന ട്രൂത്ത് ടേബിൾ എങ്ങനെയാണെന്ന്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നാൻഡ് ഗേറ്റ് ഈ രീതിയിൽ കണക്ട് ചെയ്യുമ്പോൾ ആക്ച്വലി അതൊരു ആൻഡ് ഗേറ്റ് എന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം. ഇങ്ങനെയാണ് നാൻഡ് ഗേറ്റിനെ ഒരു ആൻഡ് ഗേറ്റായിട്ട് നമ്മൾ വർക്ക് ചെയ്യിക്കുന്നത്. മനസ്സിലായോ? ഇനി നമ്മൾക്ക് അടുത്തതിലേക്ക് പോവാം. ഓർ ഗേറ്റ് യൂസിങ് നാൻഡ് ഗേറ്റ്. ഇതിൽ 3 നാൻഡ് ഗേറ്റുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ഓർ ഗേറ്റ് ഓപ്പറേഷൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലും ആ പറഞ്ഞതുപോലെ തന്നെ എ ബി വൈ എന്നുള്ള ട്രൂത്ത് ടേബിൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൽ കിട്ടുന്ന ഔട്ട്പുട്ടുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ട്രൂത്ത് ടേബിൾ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും ഇപ്പോൾ ഈ നാൻഡ് ഗേറ്റുകൾ തമ്മിൽ ഈ രീതിയിൽ കണക്ട് ചെയ്താൽ നമ്മൾക്കൊരു ഓർ ഓപ്പറേഷൻ ആണ് അവിടെ ലഭിക്കുക. അപ്പം ഇങ്ങനെയാണ് നാൻഡ് ഗേറ്റ് ഒരു ഓർ ഗേറ്റ് ആയിട്ട് വരുന്നത്. ഇത് വന്ന് ഓർ ഗേറ്റ് ആയോ ഇല്ലയോ എന്ന് നിങ്ങളെങ്ങനെയാണ് പരിശോധിക്കുന്നത്? എ ബി വൈ ഈ ഫിഗർ വരച്ച് വെച്ചിട്ട് എ ബി വൈ ട്രൂത്ത് ടേബിൾ തന്നെ ഉണ്ടാക്കുക. എ ബി എന്തൊക്കെയാണ്? 0 കോമ്പിനേഷൻ കൊടുക്കുക, 0 1 കൊടുക്കുക, 1 0 കൊടുക്കുക, 1 1 കൊടുക്കുക. എന്നിട്ട് എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യത്തെ നാൻഡ് ഗേറ്റിൽ 0 കൊടുത്താൽ അത് നോട്ട് ഓപ്പറേഷൻ പോലെയാണ്. ഇപ്പുറത്ത് 1 കിട്ടും. എ കൊടുത്താൽ എ ബാർ കിട്ടും. രണ്ടാമത്തതിൽ ബി എന്താണ് കൊടുക്കുന്നത്? ബി ബാർ കിട്ടും. അപ്പോൾ 2ൽ 0 കൊടുത്താൽ ആ 2 നാൻഡ് ഗേറ്റിൽ നമുക്ക് 1 1 കിട്ടും. ഈ 1 1 എന്നുള്ളത് നാൻഡ് ഗേറ്റിൽ കൊടുത്താൽ നാൻഡ് ഗേറ്റിന് 0 മാത്രമേ 1 കിട്ടുള്ളൂ. 1 1 കൊടുത്താൽ 0 കിട്ടും. അപ്പോൾ ആക്ച്വലി നമ്മുടെ ട്രൂത്ത് ടേബിൾ എങ്ങനെ വരും? 0 0 കിട്ടിയതുപോലെയാവും. അതായത് ഓർ ഗേറ്റിൻ്റെ ഓപ്പറേഷൻ പോലെ ഈ ഗേറ്റിൻ്റെ ഈ കണക്ഷൻ വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചൊരു ഓർ ഗേറ്റ് ഡിസൈൻ ചെയ്യുന്നത്. ഇത് എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റിൻ്റെയാണ്. അപ്പോൾ എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റിലേക്ക് പോവാം. നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചിട്ട് എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ്. എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് എ ബാർ ബി പ്ലസ് എ ബി ബാർ എന്നുള്ളതാണ് എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റിൻ്റെ ഒരു ബൂലിയൻ എക്സ്പ്രഷൻ. ഇതിലും നിങ്ങൾക്ക് എ ബി ഏറ്റവും ലാസ്റ്റ് വൈ എന്ന് ഇവിടെ കാണിച്ചിട്ടില്ല. ഏറ്റവും ലാസ്റ്റ് നാൻഡ് ഗേറ്റിൽ വൈ കിട്ടുന്നതായിട്ട് ഒന്ന് നിങ്ങൾ കൊടുത്തു നോക്കൂ. എ ബി വൈ എന്നുള്ള ട്രൂത്ത് ടേബിൾ തനിയെ എഴുതൂ. ഇതൊക്കെ തനിയെ ഉള്ള ആ ഒരു എക്സസൈസിലൂടെ മാത്രമാണ് ഈ ഗേറ്റുകൾ നമ്മൾക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് നാൻഡ് ഗേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് നാൻഡ് ഗേറ്റിന് മാത്രമാണ് ഞാൻ കാണിച്ചത്. നോർ ഗേറ്റിൻ്റെ ഒരെണ്ണം കാണിച്ചു, നോട്ട് ഗേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ബാക്കിയെല്ലാം നാൻഡ് ഗേറ്റ് ഓപ്പറേഷൻസ് ആണ്. എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന ലോജിക് ഡയഗ്രാം ബൈഹാർട്ട് ചെയ്യുകയും അതിൽ എ ബി വൈ എന്നുള്ളൊരു ട്രൂത്ത് ടേബിൾ ഉണ്ടാക്കിയെടുക്കാനും ശ്രമിക്കുക. അപ്പോൾ ഓർ ഗേറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്ന ആ ഡയഗ്രത്തിൽ ഓർ ഗേറ്റിൻ്റെ പോലെയുള്ള ട്രൂത്ത് ടേബിൾ കിട്ടുന്നത് കാണാം.
ആൻഡ് ഗേറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നതിൽ ആൻഡ് ഗേറ്റിൻ്റെ പോലെ ഒരു ട്രൂത്ത് ടേബിൾ കിട്ടുന്നത് കാണാം. എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റിൻ്റെ അതിനും ട്രൂത്ത് ടേബിൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്കത് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു നോർ ഗേറ്റ് ഉപയോഗിച്ച് എങ്ങനെ ഒരു നോട്ട് ഗേറ്റ് എന്നുള്ളതും കാണിച്ചു തന്നു. ഇനി ബാക്കി ഗേറ്റുകൾ നോർ ഗേറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്കുള്ള അസൈൻമെൻറ്റാണ്. നോക്കിക്കോളൂ. അത് നിങ്ങൾക്കുള്ള ഒരു അസൈൻമെൻറ്റായിട്ട് ഞാൻ തരുവാണ്. റിയലൈസ് ഓർ ഗേറ്റ് യൂസിങ് നോർ ഗേറ്റ്, റിയലൈസ് ആൻഡ് ഗേറ്റ് യൂസിങ് നോർ ഗേറ്റ്, ഫൈൻഡ് ഔട്ട് ദ ബൂലിയൻ എക്സ്പ്രഷൻ ഫോർ എക്സ് നോർ ഗേറ്റ്. ഇതെല്ലാം നോർ ഗേറ്റ് ഉപയോഗിച്ച് നമ്മൾക്ക് വീണ്ടും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ പോർഷൻ മനസ്സിലായി കാണുമെന്നാണ് വിചാരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. ഗേറ്റ്സിൻ്റെ ഏകദേശ പോർഷൻസ് തീർന്നിട്ടുണ്ട്. നമ്മൾക്കൊരു ചെറിയൊരു പോർഷൻ ഡി മോർഗൻസ് തിയറവും ലോജിക് ഡയഗ്രം തന്നാൽ എങ്ങനെ ബൂലിയൻ ഇക്വേഷൻ എഴുതാം, ബൂലിയൻ ഇക്വേഷൻ കണ്ടാൽ അതിന് പറ്റിയ ഒരു ലോജിക് ഡയഗ്രം എങ്ങനെ വരയ്ക്കാം, ആ ഒരു ക്ലാസ്സിന് ശേഷം ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ, കൗണ്ടറുകൾ അങ്ങനെ നമുക്ക് പോവേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനോടൊപ്പം തന്നെ ഇത് ബൈ ഹാർട്ട് ചെയ്ത് പോവുക. ഓക്കെ, താങ്ക് യു.